മടിയൻകൂലവും ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവത്തിന് സമാപനമായി. 6 കലശങ്ങളുടെ തലയിലേറ്റിയുള്ള ക്ഷേത്ര പ്രദക്ഷിണവും മീൻകോവ സമർപ്പണവും ഭക്തിയുടെയും ഒപ്പം കൗതുകം പകരുന്ന കാഴ്ചയായി മാറി. വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ മടിയൻകുലവും ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിലെ 2 നാൾ നീണ്ട കലശ മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് അപൂർവ ചടങ്ങ് നടന്നത്. സമാപന ദിവസമായ ശനിയാഴ്ച വൈകിട്ട് വിവിധ കളരികളിൽ നിന്നും കാൽനടയായി ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ കലശങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതോടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. തുടർന്ന് കോലധാരികൾ അണിയറയിൽ നിന്ന് തെയ്യ ചമയങ്ങൾ അണിയുന്നതിനായി ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഈ സമയം മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ള മീൻകോവ സമർപ്പണ സംഘവും മതിൽക്കെട്ടിന് പുറത്തുനിന്ന് പടികൾ ഇറങ്ങി ഈ ഭാഗത്ത് നിലയുറപ്പിച്ചു. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള സംഘമാണ് മീൻകോവ സമർപ്പണവുമായി ക്ഷേത്രത്തിലെത്തിയത്. മടിയൻകൂലൂത്ത് കലശനാൾ കുറിച്ചു കഴിഞ്ഞാൽ ചിത്താരി പുഴയിൽ നിന്ന് മത്സ്യം പിടിക്കാനുള്ള മുഖയ സമുദായക്കാരിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു. കാപ്പ് കലക്കി മീൻ പിടിക്കുന്നതിനാണ് ഇങ്ങനെയൊരു സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അത് നിലനിൽക്കുന്നില്ലെന്ന് ബന്ധപ്പെട്ടവർ പരിതപിക്കുന്നുണ്ട്. മീൻകോവ മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര സ്ഥാനികരും ഭാരവാഹികളും സമർപ്പണത്തിനായി കൊണ്ടുവന്ന കാഴ്ച അത്യന്തം നയന മനോഹരമായിരുന്നു. ഇങ്ങനെ പിടിച്ച് കലശോത്സവത്തിന് കൊണ്ടുവരുന്ന 7 കോവ മത്സ്യത്തിൽ തന്ത്രി മൂലച്ചേരി നായരച്ചൻ, മടിയൻ നായരച്ചൻ, മടിയൻ കർണമൂർത്തി, മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരാൻ, മൂത്തേടത്ത് കുതിര, പെരളം വയൽ, കിഴക്കുങ്കര, എളേടത്ത് കുതിര, മടിക്കൈ പെരിയാങ്കോട്ട് കളരി, പാരക്കാടൻ, പടിഞ്ഞാറ്റൻ, തായത്ത് വീട് തറവാട്, അത്തിക്കൽ വീട് തറവാട് അങ്ങനെ 7 കോവ പൂർവാചാര പ്രകാരം കൊടുക്കുന്ന ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നു. അടോട്ട്, മൂത്തേടത്ത് കുതിര, പെരളം വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും, കിഴക്കുങ്കര, എളേടത്ത് കുതിര വകയായി 2 കലശവും, മടിക്കൈ പെരിയാങ്കോട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തിയർപ്പാലം കളരിയിൽ നിന്ന് 2 കലശവും ഇതോടൊപ്പം എഴുന്നള്ളിച്ചു. കാളരാത്രിയമ്മ ക്ഷേത്രപാലകനീശ്വരൻ നടയിൽ ഭഗവതി തെയ്യങ്ങളുടെ തിരുമുടി നിവർന്നതോടെ കലശങ്ങൾ ക്ഷേത്രം വലം വെച്ചു. കോലധാരികളായ മടിയൻ കർണമൂർത്തി, മടിയൻ ചിങ്കം, മടിയൻ പുല്ലൂരാൻ എന്നിവരാണ് തെയ്യക്കോലമണിഞ്ഞത്. പ്രദക്ഷിണ വഴിയിൽ ആർപ്പു വിളികളോടെ ബാല്യക്കാരും ഒത്തുചേർന്നു. ഒപ്പം ക്ഷേത്രപാലകന്റെ പ്രത്യേക വാദ്യമായ സാക്സോഫോൺ തിമില വാദ്യവും കാതുകൾക്ക് ഇമ്പമേകി. കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങിൻ പൂക്കുല, ചെക്കിപ്പൂ എന്നിവ പൂക്കാർ സംഘങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. നിരവധി ഭക്തരാണ് പുറത്തെ കലശം കാണാൻ ക്ഷേത്രത്തിലെത്തിയത്. ഇതോടെ ക്ഷേത്രപരിധിയിലെ തെയ്യക്കാലത്തിനും പരിസമാപ്തിയായി. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.